ഗുഡ് മോർണിംഗ് ടു ഓൾ. മഹാത്മാഗാന്ധി കോളേജ് ഇരിട്ടി ഐക്യസി നടത്തുന്ന നോസിസ് തേർഡ് വെബിനാർ സീരീസിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷവും നന്ദിയും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. COVID-19 പാൻഡമിക് സമയത്ത് എല്ലാവരും വളരെയധികം ഹെൽത്തിനെ പറ്റി ബോധവാന്മാരായിരിക്കുന്ന ഒരു സമയമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഫിസിക്കൽ എക്സസൈസിനെ പറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ വളരെയധികം ഇൻവോൾവ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പം ഈ ഒരു ഹെൽത്തിനെ പറ്റിയും അല്ലെങ്കിൽ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് എന്നൊക്കെ പറയാൻ വേണ്ടി നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇന്ന് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് നമ്മുടെ മഞ്ചേശ്വരം GPM ഗവൺമെന്റ് കോളേജിലെ ഡോക്ടർ അനൂപ് സാറാണ്. അനൂപ് സാർ ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ഒരു അസറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഫിസിക്കൽ എഡ്യൂക്കേഷനെ പറ്റിയും അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ അടുത്തായി ഇനി ഡെപ്യൂട്ടേഷനിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ ഇരിക്കുകയാണ്. ഓക്കെ സാർ. ഇപ്പം സാറ് കായിക രംഗത്ത് മാത്രമല്ല കലാരംഗത്തും സാറ് ഒരുപാട് ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. കഴിവുള്ള ഒരു വ്യക്തിയാണ് അനൂപ് സാറ്. അപ്പം സാറ് ഖേലോ ഇന്ത്യ കേരളത്തെ റെപ്രസെന്റ് ചെയ്തിട്ട് ഖേലോ ഇന്ത്യ ഒഫീഷ്യലായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ കാസർഗോഡ് സ്പോർട്സ് കൗൺസിൽ മെമ്പർ കൂടിയാണ്. ഖോഖോ അസോസിയേഷന്റെ മെമ്പറാണ്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇന്ന് ഈ ഒരു വെബിനാറിൽ കിട്ടിയത് തന്നെ വളരെ പറഞ്ഞ ഉടൻ തന്നെ അപ്പൊ തന്നെ ഓക്കെ പറഞ്ഞ ഒരു വ്യക്തിയാണ്. മറ്റൊന്നും ചോദിക്കാതെ തന്നെ ഇതിന് റെഡിയായി വരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. അദ്ദേഹത്തിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് സൈക്കോളജിയിൽ അദ്ദേഹം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഫിസിക്കൽ ആക്ടിവിറ്റിയെ പറ്റിയും മറ്റുള്ള എല്ലാ വെബിനാറിനെ പറ്റിയും സാറ് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ഞാൻ ഈ വെബിനാറിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്കിവിടെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി നമ്മുടെ അജിത ടീച്ചർ, പ്രിൻസിപ്പൽ അജിത മാഡം വന്നിട്ടുണ്ട്. മിസ്സിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിലെ IQAC കൺവീനറായ പ്രമോദ് സാറിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ഇന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ പ്രിയങ്ക മിസ്സാണ്. മിസ്സിനെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാ അധ്യാപകരെയും അതുപോലെ വിദ്യാർത്ഥികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ്സിനായി ഞാൻ നമ്മുടെ അജിത മിസ്സിനെ ക്ഷണിക്കുന്നു. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പ്രിയപ്പെട്ട ഡോക്ടർ നിഷ എം, ടുഡേയ്സ് റിസോഴ്സ് പേഴ്സൺ ബഹുമാനപ്പെട്ട ഡോക്ടർ അനൂപ് KV, നമ്മുടെ IQAC കോർഡിനേറ്റർ ശ്രീ പ്രമോദ് കുമാർ KV, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, അപ്രതീക്ഷിതമായി വന്ന രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് ലോകജനത മുഴുവനും. ഇവിടെ നമ്മുടെ കേരളത്തെ പലതരം പകർച്ചപ്പനികൾ കുറച്ചു കാലമായി മാരകമായി അലട്ടുന്നുണ്ട്. ചിക്കൻ ഗുനിയ, എലിപ്പനി, ഡെങ്കിപ്പനി, നിപ്പ ഇവയെല്ലാം നമ്മളെ വല്ലാതെ പിടിച്ചുലച്ചു. ഇതുവഴിയുള്ള മരണങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിച്ചപ്പോഴാണ് പുതിയ വെല്ലുവിളിയായി കൊറോണ വൈറസ് എത്തിയത്. ആരോഗ്യരംഗത്ത് കേരളം കുറച്ചു വർഷങ്ങളായി നേരിടുന്ന വെല്ലുവിളികളുടെ തുടർച്ചയാണിത്. ഇങ്ങനെയുള്ള രോഗങ്ങൾ ഫലപ്രദമായി തടയുന്നതിന് വേണ്ട മുൻകരുതലുകൾ നമുക്ക് വേണം. സത്യത്തിൽ ഏറ്റവും ആധുനികമെന്ന് നമ്മൾ കരുതിയ ഒരു സാങ്കേതിക വിദ്യയ്ക്കും കൊറോണ വൈറസിനെ ചെറുക്കാനാകുന്നില്ല. ഒരു പരിധിവരെ നമ്മുടെ ജീവിതശൈലി കൊണ്ട് ഇത്തരം രോഗങ്ങളെ ചെറുക്കാൻ പറ്റും. ശരിയായ ആഹാരത്തോടൊപ്പം വ്യായാമവും നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അനൂപ് സാറിന്റെ ഇന്നത്തെ ഈ ടോക്ക് നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട
പ്രിൻസിപ്പൽ, നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ HOD നിഷ, ഇന്നത്തെ റിസോഴ്സ് പേഴ്സണായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പ്രിയപ്പെട്ട അനൂപ്, ഈ പരിപാടിയുടെ ശ്രോതാക്കളായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മഹാത്മാഗാന്ധി കോളേജ് IQAC ഈ ഒരു പാൻഡമിക് കാലത്ത് നമ്മുടെ അറിവുകളെ ഒന്നുകൂടെ തട്ടിയുണർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ് ഒരു വെബിനാർ സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉൾപ്പെടെ 10 ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടേതായ വ്യത്യസ്ത മേഖലകളിലെ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നു. അതിന് പുറമെ കോളേജ് ലൈബ്രറി കൂടെ ഉൾപ്പെട്ടുകൊണ്ട് വെബിനാർ സംഘടിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ 10 ഡിപ്പാർട്ട്മെൻറ്റുകളും ലൈബ്രറിയും അടക്കം 11 വെബിനാർ, അതിൻ്റെ ഒരു സീരീസാണ് നമ്മൾ നോസിസ് 3 എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നോസിസ് ഇൻ ലാറ്റിൻ മീൻസ് നോളജ്. അപ്പോൾ അറിവുകളുടെ കൊടുക്കൽ വാങ്ങലുകളാണ് ഒരു അക്കാദമിക അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും മികച്ച ഉണർവിന് ആവശ്യം എന്നുള്ളത് കൊണ്ട് മുഖാമുഖം കാണാതെ നമുക്ക് പറയേണ്ടി വരുന്ന ഈ ഒരു കാലാവസ്ഥയിൽ അങ്ങനെയെങ്കിലും പറയാൻ സാധിക്കുന്ന ഒരു സാങ്കേതിക അന്തരീക്ഷം നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും ഈ വെബിനാർ സീരീസ് ഒരു വലിയ വിജയമായിരുന്നു എന്നുള്ളതാണ് ഇത്രയും ദിവസത്തിനിടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. 22-ാം തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റി HRDC ഡയറക്ടർ ഡോക്ടർ AM ശ്രീധരൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, മലയാളം ഡിപ്പാർട്ട്മെൻറ്റ്, ഫിസിക്സ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങി ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ വെബിനാറുകൾ സംഘടിപ്പിച്ചു. ഇന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷനും ഇതിനുശേഷം ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വെബിനാറുണ്ട്. ഒരുപക്ഷെ ഇന്ന് തന്നെ നടക്കേണ്ടിയിരുന്ന ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, നമ്മുടെ അവസാനത്തെ വെബിനാർ സീരീസിലെ അവസാനത്തെ വെബിനാറായിട്ട് തിങ്കളാഴ്ചത്തേക്ക് ഇന്ന് നമുക്ക് മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി MG കോളേജ് ഈ ഒരു അക്കാദമികമായ രംഗത്ത് വലിയൊരു ഉണർവുണ്ടാക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു വെബിനാറാണ്. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ള നിലക്ക് ജീവിച്ചിരിക്കുക എന്ന് മാത്രമല്ല, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നല്ല കായികമായ ഒരു എന്താ പറയുക, ഊർജ്ജസ്വലമായ ഒരവസ്ഥയിൽ ജീവിക്കാൻ കായിക സംസ്കാരത്തെക്കുറിച്ചിട്ടുള്ള അറിവുകളും അതിൻ്റെ സയൻസും ഒക്കെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ഡീപ്പായി അന്വേഷിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ കെമിസ്ട്രി, അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഒക്കെ തന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് അപ്ലൈഡ് ആയിട്ട് വരുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ മേഖല. അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തെ സംബന്ധിച്ച് നല്ല ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ മറ്റ് സബ്ജക്റ്റുകൾ പോലെ തന്നെ അതിനോടെല്ലാം ഉൾച്ചേർന്ന് കിടക്കുന്ന അനിവാര്യമായ ഒരു സബ്ജക്റ്റ് എന്നുള്ള നിലക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷന് വളരെ പ്രത്യേകതയുണ്ട്. ആ വിഷയത്തിൽ തൻ്റേതായ അവഗാഹങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് അനൂപിനെ കൂടെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ വെബിനാർ സീരീസ് വളരെ നല്ല രീതിയിൽ മികച്ച വിജയമാക്കി തീർക്കാൻ നമ്മുടെ കൂടെ എന്നും ഉണ്ടായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹം, അവരോടെല്ലാവരോടുമുള്ള കടപ്പാട്, പ്രിൻസിപ്പൽ അടക്കമുള്ള എല്ലാവരോടുള്ള കടപ്പാട് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Respected Principal Madam and IQAC Coordinator and my friend Nisa, Vidya teacher, and my dear students, a very good morning to all of you. First of all, I would like to thank the MG College Unity for inviting me and being a part of this webinar series. So, when I was asked to make a lecture today, I really accepted because I like to talk with the students. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് വിഷമതകളുണ്ട്.
facing a lot of problems. They are basically, what we'll say, in a depressed state, I will say, both mentally and physically. സ്വാഭാവികമായിട്ടും ഒരു ടീനേജേഴ്സ് അല്ലെങ്കിൽ ടീനേജിന്റെ ഏറ്റവും പീക്ക് അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ they have a lot of surplus energy and they want to spend it, but this coronavirus has limited our movements. We are stuck in four walls, and we were not able to meet our friends, we are not able to meet our relatives, we are not able to express our feelings. So all this makes a lot of negative thoughts, negative thinking in their mind, and it affects their health also. So these types of seminars, these types of webinars will definitely improve their mental capacity as well as their physical capacity, because when we motivate them, they will have that urge to do something. So I congratulate the Department of Physical Education and IQAC, especially for the IQAC coordinator, for providing a slot for the physical education faculty and to have a discussion with the students. So today I will discuss on a very contemporary issue on the topic. The topic is nothing but exercise, immunity, and the COVID-19 pandemic. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് എക്സസൈസ്, ഇമ്മ്യൂണിറ്റി ആൻഡ് COVID-19 പാൻഡമിക്. എൻ്റെ ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ഉണ്ട്. ആ സ്ലൈഡ് പ്രസന്റേഷനോട് കൂടി നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ മൈ ടോപ്പിക് ഈസ് ഓൺ എക്സസൈസ്, ഇമ്മ്യൂണിറ്റി ആൻഡ് COVID-19 പാൻഡമിക്. ഈ ടോപ്പിക്കിൽ എടുക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ഹാവ് എ വെരി significant question arises in your mind, that is, what is exercise? Is all physical activities are exercise? ഇന്ന് രാവിലെ എത്ര പേര് എക്സസൈസ് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ I think that 90% will be in the other side. They don't have any kind of exercise. But is there any relationship between exercise and physical activity? So physical activity means any kind of skeletal movements associated with the contraction of muscles. നമ്മൾ നടക്കുന്ന സമയത്തോ നമ്മൾ ഇരിക്കുന്ന സമയത്തോ നമ്മൾ എഴുതുന്ന സമയത്തോ we are doing some kind of physical activity, but this is not a substitute for exercise. Okay, so exercise means a physical activity which is focused on the development of a health quality or a fitness quality. A sustained physical activity which is focused for the development of a fitness quality. ഇതിനാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ഒരു സസ്റ്റെയിൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന, കൂടുതൽ കാലം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി. ആൻഡ് ദാറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി ഷുഡ് ബി പ്ലാൻഡ് ഓൺ എ സയന്റിഫിക് മാനർ. ഒരു സയന്റിഫിക് മാനറിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി മാത്രമേ എക്സസൈസ് ആകുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, now we are sitting, at the same time we are doing a physical activity because our posture, the maintenance of the posture is very important. But if you are sitting in a correct manner, it becomes an exercise. It needs the strengthening of your core muscles, it needs the strengthening of the trunk. So this is an exercise. So any kind of physical activity with scientific background for a long time and for the development of a fitness quality, we call it as an exercise. That should be in your mind first. Any kind of physical activity with a scientific background for a long time, a sustainable physical activity, we can say, for the development of fitness quality and with scientific background, we can call it as an exercise. So in this COVID-19, as all we know that we are doing a lot of researches, we are doing a lot of medical work to provide a shield from this
coronavirus attack. But the World Health Organization itself has said that this problem will persist in the community for a long time. So the best way to overcome this COVID-19 pandemic is to improve the immunity of the individual. To improve the immunity of the individual. So immunity, there is no doubt that while doing exercise, we are benefited in a multiple way. We are benefited while doing exercise, our musculoskeletal system is benefited. While doing exercise, our secretory system is benefited. So like that, by doing exercise, our lymphatic. So what I am telling is that exercise provides. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Exercise leads to immunity. Exercise ചെയ്യുന്നത് കൊണ്ട് we are improving the immunity system of the individual. So exercise ചെയ്യുമ്പോൾ എങ്ങനെയാണ് immunity improve ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് there are a lot of researches are there, lot of articles are there. So whenever we are doing exercise, it benefited in a multiple way. It benefited to the musculoskeletal system. It benefits our endocrine system. Like that, while doing exercise, the immunity of the individual also improves. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ഒരു ചൊല്ലുണ്ട്, അതായത് തീയിൽ കൊരുത്തത് വെയിലത്ത് വാടില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് തന്നെ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് പറയാം. സോ വൈൽ ഡൂയിങ് എക്സസൈസ് we are preparing our body to resist, or it shields the body from the external attacks. So these kind of things what I am telling is not just a thing which have a lot of scientific background. ഞാൻ ഈ പറയുന്നതൊക്കെ scientifically proven ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. So my dear friends, my dear students, you have to improve the immunity level of yourself. That is very important. Okay. So not only immunity, exercise gives you a lot of other benefits also. It benefits the physical and the mental aspect of an individual. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് എക്സസൈസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ പഠിച്ചു കാണും. സോ വാട്ട് ഈസ് ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. സോ ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് physical, mental and social well-being, and not merely the absence of disease or infirmity that you know. Okay, I'm not elaborating all these things. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ when we are talking of exercise, so how exercise benefits the human body? That is an important question. How exercise benefits the human body? So if you want health, if you want fitness, so the base of immunity is fitness, or the base of immunity is health. Okay, so health എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ I am giving a very simple technique to you. I am giving a very simple technique to you. From next day onwards, you practice it. You will feel this stage. This is a complete physical, mental and social well-being. Okay. So, in order to improve your health, you have to focus on 4 things. 4 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, daily exercise. Second thing is food control or diet regime. Third one is lifestyle. And the fourth one is your attitude. That is the 4th thing. Daily exercise, food control, lifestyle, and the attitude. So what is daily exercise? ഞാനത് ഫസ്റ്റ് തന്നെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, why I have mentioned daily exercise in the first priority, because
all these three things, that is food control, then your lifestyle, then your attitude. These three pillars can be managed with this single pillar, that is exercise. I think that you got my point. These four pillars are the basics of fitness. What is that? Exercise, food control, lifestyle, and attitude. But the first pillar, that is exercise, if you able to do exercise properly, and if you are doing exercise properly, if you correct the first pillar of this wellness or fitness, then the other three pillars will be automatically okay. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ ഈ ഒരു പില്ലർ, ആദ്യത്തെ ഈ ഒരു തൂണ്, അതായത് എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി മൂന്ന് കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഓട്ടോമാറ്റിക്കലി ഓക്കെ ആവും. അവിടെയാണ് എക്സസൈസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഫ് യു ഡു എക്സസൈസ് പ്രോപ്പർലി, യുവർ ഫുഡ് ഹാബിറ്റ് വിൽ ബി ഓക്കെ, your lifestyle, negative lifestyle will not be there, and your attitude towards the life will be perfectly positive. So my dear students, from tomorrow onwards, you at least spend 40 minutes daily. The best time to do exercise is daily in the morning. Okay, so from tomorrow onwards, you should spend 40 minutes to repair all your problems, to repair all your negative, to wash out all your negative thoughts and emotions. Okay, so this deliberate attempt, what you are taking to maintain or to achieve a state of health, we call it as wellness. അപ്പൊ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിനകത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെൽനസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് യു ഗോട്ട് ദ പോയിന്റ്. What is health? What is wellness? Okay, so health എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ്. ആ ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തിപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 4 കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന് എക്സസൈസ് ചെയ്യുക, ഒന്ന് ഫുഡ് കൺട്രോൾ ചെയ്യുക, ഒന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുക, പിന്നെ ഒന്ന് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്യുക. ആറ്റിറ്റ്യൂഡ് ക്ലിയർ ചെയ്താൽ നെഗറ്റീവ് ഇമോഷൻസ് നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യുക, ലൈഫ് സ്റ്റൈലിനകത്ത് നെഗറ്റീവ് ലൈഫ് സ്റ്റൈലുകൾ നിങ്ങൾ ഒഴിവാക്കുക, നിങ്ങളുടെ ഫുഡിനകത്ത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിക്കുക, ഒന്നാമത്തത് എക്സസൈസ് ഡെയിലി ചെയ്യുക. അതിനകത്ത് തന്നെ എക്സസൈസ് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഈ ബാക്കി 3 കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. സോ ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിനൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ കൊറോണ വൈറസ് എന്ന് പറയുന്നതിനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. വാട്ട് ഈസ് ദ മെത്തേഡ്? ദാറ്റ് ഈസ് SMS, ദാറ്റ് ഈസ് സാനിറ്റൈസർ, മാസ്ക് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസിങ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അൺകൺട്രോളബിൾ ആയിട്ടുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഏജ്, ജെൻഡർ, അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, ഹെറിഡിറ്റി, ഇതൊക്കെ അൺകൺട്രോളബിൾ ഫാക്ടേഴ്സ് ആണ്. പക്ഷെ ഈ കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഇത്രയും ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? യു ഹാവ് ടു കൺട്രോൾ ഇറ്റ്. ഇതിനാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. യുവർ സ്മോക്കിംഗ് ഹാബിറ്റ്സ്, യുവർ ആൽക്കഹോളിക് കൺസംഷൻ റേറ്റ്, ദെൻ കൊളസ്ട്രോൾ ലെവൽ, ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ നമുക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആണ്. സോ ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. This is the principle that you have to follow. Help principle. That is, health is available for a lifetime and it is personal. This is very important. Help principle. ഇതാണ് നമ്മൾ നമ്മുടെ ഹെൽത്തിനകത്ത്, നമ്മൾ ഫിറ്റ്നസിനകത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഹെൽത്ത് ഈസ് അവൈലബിൾ ടു എവ്രി വൺ ഫോർ എ ലൈഫ് ടൈം ആൻഡ് ഇറ്റ് ഈസ് പേഴ്സണൽ. അത് 1 വയസ്സുള്ള കുട്ടിയായി കഴിഞ്ഞാലോ ഇറ്റ് ഈസ് എ ലൈഫ് ടൈം ജേർണി. നമ്മൾ ജനിക്കുന്നത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണം. സോ ഹിയർ ഹെൽത്ത് മീൻസ് നോട്ട് ഇൻക്രീസിംഗ് ദ സ്പാൻ ഓഫ് യുവർ ലൈഫ്. ഐ തിങ്ക് ദാറ്റ് majority of the people have that negative notion in their minds. Health means by doing exercise you will increase the span of your life. That is not the case. By health or by fitness we mean that improving the quality of life. That is important.
improving the quality of life is very important. So health is a personal choice also. You cannot blame the government, you cannot blame the society, you cannot blame the family for your unhealthy practices. Health is your personal choice. You are the deciding factors to what extent you have to live, whether you have to live a quality life or not. That is very important thing. Especially students, at this time, you should practice a very healthy lifestyle. Okay, so all these are a very common English proverbs that we are using. So all these things we know very clearly. So this is the thing that I want to discuss with you. That is your exercise, your habits, and the food. These three things that you have to improve. Your exercise, daily exercise, your habits, that is your lifestyle, and your food habits. Then only you will keep healthy and you will be fit. So when we are talking of health, there are a lot of misconceptions regarding health and fitness. A lot of misconceptions are there. Nowadays what we are seeing is that a lot of advertisements are there because people are crazy to be fit. They want to cut down their fat. When I was talking to when somebody comes to me and when they came to know that I am a physical education professional, they at the instant they ask how to reduce their fat, how to reduce their belly. That is the important question. So by considering this, a lot of misconceptions are also there. നമുക്ക് എല്ലാവർക്കും ആദ്യം അറിയേണ്ടത് നമ്മുടെ തടി എങ്ങനെ കുറക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തടി എങ്ങനെ കൂടുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇത് എങ്ങനെ തടി കുറക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുൻപായിട്ട് തടി എങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഒന്നാമതൊരു മിസ്കൺസെപ്റ്റ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്, the first misconcept of fitness is that being thin is fit. മെലിഞ്ഞിരിക്കുന്നതാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഒരു മിസ്കൺസെപ്റ്റ്. സാധാരണ ലേഡീസിലാണ് ഏറ്റവും കൂടുതൽ അത്തരത്തിലുള്ള മിസ്കൺസെപ്റ്റ് ഉള്ളത്. ബീയിങ് തിൻ, അതായത് മെലിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഒരു മിസ്കൺസെപ്റ്റ്. അപ്പൊ മെലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എസ്പെഷ്യലി ഇൻ ലേഡീസ് ദാറ്റ് മിസ്കൺസെപ്റ്റ് ഈസ് മോർ. മെലിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ആണ് ഫിറ്റ്നസ് എന്ന് പറയുന്നതാണ് ഒരു മിസ്കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ബീയിങ് തിൻ ഈസ് നോട്ട് എ ഇൻഡിക്കേഷൻ ഓഫ് ഫിറ്റ്നസ്. ഓക്കെ, so for maintaining their body structure, what they will do is that they will skip the food. They will skip the food. Food കഴിക്കാതിരിക്കും. ഫുഡ് കഴിക്കാതെ അവർ എന്ത് ചെയ്യും? ശരീരം മെലിഞ്ഞിട്ട് അവരുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യും. സോ this kind of fitness is actually cosmetic fitness. Cosmetic fitness. What we actually needed is functional fitness. What we actually needed is functional fitness. I think that you got the distinct ideas of cosmetic fitness and functional fitness. പല ഇപ്പോ ഗൃഹലക്ഷ്മി ആയാലോ പല ആരോഗ്യ മാസികയിലായാലോ പലപ്പോഴും ഫിറ്റ്നസിനെ കുറിച്ച് വരുന്ന പല ലേഖനങ്ങളും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കോസ്മെറ്റിക് ഫിറ്റ്നസ്. സോ the fact is that if you want to reduce fat, you have to spend it, you have to burn it. Okay, so how to burn fat? Fat burning means by doing aerobic exercise. Fat burning is possible only through doing exercise. What is aerobic exercise? Aerobic exercises means exercises which prolongs more than 30 minutes. ഞാൻ അതിനെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എക്സസൈസ് 30 മിനിറ്റുകൾ കൂടുതൽ ദൈർഘ്യമുള്ള എക്സസൈസുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? എയറോബിക് ഫിറ്റ്നസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എയറോബിക് ഫിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതാന്ന് വെച്ച് കഴിഞ്ഞാല് ഫിറ്റ്നസിന്റെ നമ്മൾ ഒരു പിന്നെ എനർജി എക്സ്പെൻഡിച്ചർ ഓഫ് ഫുഡ് ഉണ്ട്. അതായത്
ഫസ്റ്റ് ഫുഡ് ഐറ്റം ആയിട്ട് എനർജി എക്സ്പെൻഡിച്ചർ ആയിട്ട് എടുക്കുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. രണ്ടാമത് കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് എടുക്കുന്നത് എന്താണ്? ഫാറ്റ് ആണ്. മൂന്നാമത് ശരീരം എടുക്കുന്നതാണ് പ്രോട്ടീൻ ആണ്. ഇങ്ങനെയാണ് ശരീരം എനർജി എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത്. അപ്പോ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ശരീരം ആദ്യത്തെ 20 മിനിറ്റോളം നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഈ കാർബോഹൈഡ്രേറ്റ് കഴിയുമ്പോഴാണ് ശരീരം എന്തിനെടുക്കുക? ഫാറ്റിനെ എടുക്കുക. അപ്പോൾ ഈ ഫാറ്റ് ബേൺ ചെയ്യുന്ന എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആഫ്റ്റർ 15 or 20 minutes. So then you have to do another 20 minutes, then your fat will be reduced. Okay. So this fat burning exercises, we call it as aerobic exercise. Fat burning exercise plus food control will definitely reduce your fat rate. Okay. Fat burning exercises plus food control. These two things you have to maintain in a balance. Because if you are doing exercise at the same time your intaking is very much, it means that there will not be any burn or any reduction of fat. So there should be a balance between your fat burning exercise and your intake of food. So what I am telling is that the only remedy to maintain your fitness is doing exercise and doing a control on your food. Okay. So all these things are, I think that you may be knowing these things, or open course students, they may be familiar with these terms. Physical fitness. So what I have told you that the physical fitness, if you are taking physical fitness in a scientific way, there are two types of physical fitness are there. One is skill related fitness, another is health related fitness. So skill related fitness means the fitness which is required for an individual to play a specific skill or a sport. For example, a 10,000 man requires different type of fitness from a 100-meter runner. One is a strength oriented fitness, another is a endurance oriented fitness. So this kind of fitness we call it as skill related fitness. So the basic fitness what we are discussing is health related fitness. So every individual have to improve this health related fitness. Okay. So health related fitness, these are the components of skill related fitness: agility, balance, coordination, power, reaction time, and speed. All these are the components of skill related fitness components. Okay, so I will not discuss all these things elaborately. So this we will discuss a little bit. What is health related fitness? So health related fitness, what I have told you that the first one is the aerobic fitness. Aerobic fitness means the capacity of the lungs, heart, and the blood vessels to supply oxygenated blood to the working muscles. We call it as aerobic fitness. This is the very simple definition that I can give to you. The capacity of the lungs, heart, and the blood vessels to supply oxygenated blood to the working muscles. We call it as aerobic fitness. So aerobic fitness is the base of all works, because we cannot live without oxygen. Okay, so when we are inhaling, the oxygen is taken from alveoli through blood, and it is taken to heart. Then from heart it is pumped to all over the body parts. From the cells, from mitochondria, the cellular respiration takes place. The oxygen is taken from there. The aerobic synthesis takes place. Then from ATP depletion to ADP plus energy. So all these things happens. So it means that the base of all our daily works are aerobic in nature. So that is why I am telling you. So you have to consistently increase the load of the aerobic fitness. It means that you have to consistently increase the load on the working of heart muscles, the working of the lungs, and the efficiency of the blood to supply oxygen. So this will happen only with the
help of exercise only. Okay. So by doing this, we can reduce a lot of hypokinetic diseases that we have to discuss. So this is a very thing that I forgot to explain. So what is hypokinetic diseases? Hypokinetic diseases are the lifestyle diseases. നമ്മളിപ്പോ ഇപ്പൊ കൊറോണ വൈറസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ COVID-19 കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് ദിസ് ഈസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, അതായത് ഒരു പകർച്ചവ്യാധി എന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ പകർച്ചവ്യാധി അല്ലാതെ മനുഷ്യരാശി ഏറ്റവും കൂടുതൽ അപകടത്തിലാകുന്ന ഒരു രോഗങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ ഹൈപ്പോകൈനറ്റിക് ഡിസീസസ് എന്ന് പറയുന്നത്. ഹൈപ്പോകൈനറ്റിക് എന്ന് പറഞ്ഞാൽ, ഹൈപ്പോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം കുറവ്, കൈനറ്റിക് എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ്. അപ്പൊ മൂവ്മെന്റ് കുറവ് ഉള്ളത് കൊണ്ട് വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഈ പറയുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസസിനേക്കാളും കൂടുതൽ നമ്മുടെ മനുഷ്യരാശിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആയിട്ടുള്ള, അതിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള coronary heart diseases, then chronic obstructive pulmonary diseases, COPDs, then osteoporosis, then diabetes, then hypertension, then certain kind of cancers. All these are due to hypokinetic diseases, means less movement. ഈ ലെസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെക്കനൈസേഷൻ പ്രോസസ്സ്, ആധുനിക സമൂഹത്തിൽ മോഡേൺ വേൾഡിൽ ഉണ്ടായിരിക്കുന്ന മെക്കനൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. So this kind of hypokinetic diseases, അതിനെ നമ്മൾ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണവും നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. നിങ്ങൾക്കത് ഇത്രയും കൊറോണ വൈറസിനെ കുറിച്ചിട്ട് ഇത്രയും ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഹൈപ്പോകൈനറ്റിക് ഡിസീസസിനെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ടും അതിൽ നിന്നും പുറത്തു വരുന്നതിന് വേണ്ടിയിട്ടും കമ്മ്യൂണിറ്റിയെ അല്ലെങ്കിൽ സൊസൈറ്റിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ സമൂഹത്തിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ കൂടുതൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് എന്നുള്ളത്. സോ ദർ ആർ ലോട്ട് ഓഫ് റീസൺസ് ആർ ദർ, ബിക്കോസ് വി നോ ദാറ്റ് our healthcare market is a very big industry now. They are spending crores and crores of rupees on hospitals and for their medical equipment. So all these things to be sold to the people. So their survival, their existence is based on these kind of problems. So I am not blaming any industry or blaming any people, but what I am telling is that this is a basic truth that this kind of hypokinetic diseases, eradication of hypokinetic diseases should be there. Because if you see the rate of coronary surgeries, heart surgeries from 2000 to 2020, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പോയിട്ട് നിങ്ങൾ നോക്കുക, 2000 മുതൽ 2020 വരെയുള്ള ഹാർട്ട് സർജറി നടത്തിയിരിക്കുന്ന പേഷ്യൻസിന്റെ എണ്ണം നോക്കുക. ആൻജിയോപ്ലാസ്റ്റി ആയാലോ ഓപ്പൺ ഹാർട്ട് സർജറി ആയി കഴിഞ്ഞാലോ എത്രത്തോളം ഹാർട്ട് സർജറീസിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇൻക്രീസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഓരോ വർഷം കൂടുന്തോറും ഇൻക്രീസ് എന്ന് പറയുന്നത് 200% ആണ്. ഓക്കെ, സോ ഹൗ ഇറ്റ് ഹാപ്പൻസ്, വാട്ട് ഈസ് ദ റീസൺ, ഓൾ ദീസ് തിങ്സ് ദാറ്റ് വിൽ ബി ഡിസ്കസ്ഡ് in a wide platform. So what I am telling is that these kind of hypokinetic diseases or these kind of lifestyle diseases can be managed to a great extent with the help of these aerobic exercises or aerobic fitness. So the next thing is muscular strength and muscular endurance. So muscular strength and muscular endurance, what I am telling is that for movements, for maintaining of the posture, for the daily work, functional fitness, we need a strength and endurance of the muscles. For this purpose, exercise with the help of weight or without weight is prescribed. So all these single fitness needs to be discussed hours and hours to make clear. But what I am telling is that only the content or the nut of that, the core of that thing only. Then flexibility means the range of motion over a joint, ROM, range of motion over a joint. Then body composition is the ratio between fat mass and fat free mass. All these things are to be discussed. So body composition we are normally calculating with the help of body mass index, BMI, that you know that our open course students may be knowing how to calculate body composition. So these are the benefits of exercising, benefits of fitness. All these things will be managed to a great extent, and
we can enjoy the life to a great. So habits, I told you the second thing that the first thing is exercise. The second thing is your habit, your lifestyle, or your attitude. So you have to reduce these kind of negative habits in your life. So we know the negative effects of smoking. We know the negative effect of our alcoholic consumption. We know the negative effects of junk foods, but we are not able to reduce it. So we have to make a control over the habit of the thinking and to reduce the risk of being unhealthy. So these are the tips to you. Get up early, do exercise, take food on time, train your body, and train your brain. Then all your bad habits will pass. So this is the thing that you have to do in order to improve the attitude or in order to improve your lifestyle. So this is what happens, and ironically, is picture on you, exercise. So we all do exercise. So what we are telling is that the best exercise is Surya Namaskar. Surya Namaskar, why I am telling Surya Namaskar is the best exercise, because it is one of the beautiful exercise which have that synchronization of the whole body. Whole body controlled with the breath and concentration. So it can be done in a at your home, especially during this pandemic situation, during this coronavirus threat. We cannot move outside, as you know. We cannot mingle with other people. So there are risks is there. So in order to limit the risk, so the best exercise I prefer to do is Surya Namaskar. Surya Namaskar means you see that in that picture a man is doing his this is not the way of doing Surya Namaskar. So this is not the way of doing exercise. So you have to do Surya Namaskar. So I think that you people may be knowing the 12 steps in Surya Namaskar. That is the from Pranamasana to the last posture. So there are 12 steps are there. So to synchronize the movements of this will definitely improve. What is that? The aerobic level and the muscular endurance level, the flexibility. These three components will be combined in this particular exercise, and this is a whole body exercise also. So at this particular time, at this particular period, the best way to do exercise is in between four walls. It is very good. Do Surya Namaskar daily, at least 10 or 12 repetitions in a day. Then you will be normally fit and you can improve your immunity level also. So the next one is sleeping. Sleeping is the essential thing that we have to do every day, and at least 7 to 8 hours sleep is very essential. And early to bed, avoid late night sleeping, and daytime sleep also you have to avoid. This is a very simple things that I want to all these things you know very much. I don't want to explain it more. So addictions are there. Normally നമ്മൾക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള അഡിക്ഷൻസ് ഉണ്ടാവും. പണ്ട് കാലത്ത് നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അഡിക്ഷൻസ് ഉണ്ടായിരിക്കുന്നത് കൂടുതലും ടീനേജേഴ്സിനിടയിൽ അഡിക്ഷൻസ് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിലുള്ള സിഗരറ്റ് സ്മോക്കിംഗ് കൂടുതലാണ്. പക്ഷെ ഇന്നത്തെ സമൂഹത്തിനകത്ത് ഇത് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂടുതലായിട്ട് ഇപ്പോൾ മറ്റു പലതരത്തിലുള്ള അഡിക്ഷൻസ് ആണ് കൂടുതൽ. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. So addictions that you have to control. Smoking leads to cancer, that you know. Alcoholic consumption also leads to a lot of problems, loss of muscles, dementia, chest infection. So all these problems are the pancreatic problems. So this is one of the latest addiction to the teenagers. The addiction to what we will say, the electronic gadgets, and the addiction to narcotics. All these problems are there nowadays, especially in teenagers. These kind of addictions are more addictions to digital or what we will say നവമാധ്യമങ്ങളിൽ, അതായത് ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളിലൊക്കെ അഡിക്ഷൻസും അതുപോലെ തന്നെ
കഞ്ചാവ് അതുപോലെ തന്നെയുള്ള നർക്കോട്ടിക്സിലുമുള്ള അഡിക്ഷൻസ് ഇപ്പൊ കൂടുതലായിരിക്കുകയാണ്. ഞാൻ നേരത്തെ പോലെ സിഗരറ്റോ അല്ലെങ്കിൽ മദ്യപാനമോ അല്ല ഇപ്പോഴും കൂടുതലായിട്ട് കാണുന്നത്. ടീനേജേഴ്സിൽ കൂടുതലായി കാണുന്ന ഇത്തരത്തിലുള്ള നർക്കോട്ടിക്സിലുള്ള അഡിക്ഷൻസ് കൂടുതലായിട്ടുണ്ട്. ആൻഡ് വെരി നോട്ട് ഓൺലി ഇൻ ടീനേജേഴ്സ് ബട്ട് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ദ അഡിക്ഷൻ ടു these kind of social media, electronic gadgets is more now. They are spending more than 10, 12 or 13 or 15 hours in front of computers and in front of mobile phones, not for their study purpose, but for simply chatting and simply scrolling and to see the videos and there's some bluffings on the sites. So the relationships also decreased, deteriorated lots of way. So all the communication has limited. The communication between wife and husband also, between parents and children also decreasing, because in free time, in leisure time, we are very interested in watching mobile phones and chatting with in a virtual world. So living in the virtual world is the problem of the modern society, I think. So this COVID pandemic state also is COVID. This kind of virtual world, the influence of virtual world has increased a lot. നമ്മുടെ ഈ ഒരു COVID-19 കാലത്ത് ഈ ഒരു വിർച്വൽ വേൾഡിന്റെ ഇൻഫ്ലുവൻസ്, അതിന്റെ സ്വാധീനം കൂടിയിട്ടുണ്ട് എന്നാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത്. പണ്ട് കാലത്ത് നമ്മൾ ജോലിക്ക് പോവുകയും കോളേജിൽ പോവുകയും ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൂട്ടുകാരുമായിട്ടും നമ്മുടെ ജോലി സ്ഥലങ്ങളിലുള്ള ആൾക്കാരുമായിട്ടും സഹജീവികളുമായിട്ട് സംസാരിക്കുവാൻ വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ വീടിനകത്ത് തന്നെ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിർച്വൽ വേൾഡിൽ, ഒരു യാഥാർത്ഥ്യമല്ലാത്ത ഒരു ജീവിതത്തിൽ, ഒരു ലോകത്ത് ജീവിക്കുന്ന സമയം നമ്മൾ കൂടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആൻഡ് ദിസ് ഈസ് എ വെരി 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 സീരിയസ് ത്രെറ്റ് in the coming days. So what I am telling is that we have a lot of changes in our life. നമ്മുടെ ഇന്ന് കാണുന്ന തലമുറയും നമ്മുടെ കാലഘട്ടത്തിൽ, അതായത് 90s കോളേജുകളിലൊക്കെ പഠിച്ചിരിക്കുന്ന ആൾക്കാരുടെയും ചിന്തകളിലും അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡിലുമൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നമ്മൾ ഓരോ കാലഘട്ടത്തിനകത്തിരിക്കുന്ന ചേഞ്ചസുമായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം. സോ ചേഞ്ചസ് ആർ ദ change is the constant one. There is a saying that മാറ്റങ്ങളാണ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാറ്റത്തിനനുസരിച്ചിട്ടും, അതായത് കോവിഡ് എന്ന് പറയുന്ന മാറ്റത്തിനനുസരിച്ചിട്ട് നമ്മുടെ ലൈഫും നമ്മുടെ ഭാവി ജീവിതവും പലതരത്തിലും മാറ്റപ്പെടേണ്ടതായിട്ട് വരും. There will be a change in your attitude and in your perceptions in the coming days to your life. For example, പണ്ട് കാലത്ത് നമ്മൾ വിൻഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടത്തിന്റെ ഒരു വിൻഡോ എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിന്റെ ജനാലയായിരുന്നു. അതുപോലെ തന്നെ മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പണ്ട് എലിയായിരുന്നു. അതൊക്കെ ചേഞ്ചസ് വന്നു. ഇന്ന് നമ്മുടെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മൗസ് എന്ന് പറഞ്ഞാൽ എലി എന്നല്ല ആദ്യം പറയുക. അവർ പറയുക കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് യൂണിറ്റ് എന്നാണ് ആദ്യം പറയുക. സോ വാട്ട് ഐ എം ടെല്ലിംഗ് ഈസ് ദാറ്റ് ദർ ആർ ലോട്ട് ഓഫ് ചേഞ്ചസ് ആർ ദർ. നമ്മളിപ്പോ കാണുന്ന ഈ രീതിയിലുള്ള ഓൺലൈൻ മീറ്റിങ്ങുകള്, ഓൺലൈൻ സംവാദങ്ങള് പണ്ട് ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ആരും നടത്താതിരുന്ന സംഭവമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മളെല്ലാവരും ഗൂഗിൾ മീറ്റും അതുപോലെ തന്നെ സൂം മീറ്റിംഗുമായിട്ട് വളരെയധികം ഫെമിലിയർ ആയിട്ട് എഴുതിയിരിക്കുന്നു. സോ ദർ ആർ എ ലോട്ട് ഓഫ് ചേഞ്ചസ് ദാറ്റ് വിൽ ബി expecting in the coming days. So we have to adjust with the changes. So this is the thing that also we have to understand. So a lot of changes are there from 1990 to 2015. A lot of mobile phone revolutions are there. So all these things happens. ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ കോവിഡ് കാലത്തിന് ശേഷം, കോവിഡ് കാലത്തിന് മുൻപുമുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ സമൂഹത്തിനകത്തും നമ്മുടെ ഹെൽത്ത് കൺസെപ്റ്റിനകത്തും നമ്മുടെ എക്കണോമിക് കൺസെപ്റ്റിനകത്തും നമ്മുടെ പൊളിറ്റിക്കൽ കൺസെപ്റ്റിനകത്തും ഒരുപാട് ചേഞ്ചസ്, എവല്യൂഷൻസ് വരാൻ വേണ്ടി പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. എസ്പെഷ്യലി ദിസ് ടീനേജേഴ്സ്, യു പീപ്പിൾ വിൽ ഹാവ് എ ലോട്ട് ഓഫ് challenges in front of you. So you have to take it in a positive way, and you have to adjust with that. From evolution 1990 to 2008, you see the evolution of the TV and you see the evolution of the man.
from 1990 to 2008. And the last thing is, but the very dangerous thing is the stress of the people. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ എസ്പെഷ്യലി ഒരുപാട് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് എസ്പെഷ്യലി ഇൻ ടീനേജേഴ്സ് അവരുടെ എക്സിസ്റ്റൻസും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടും അവരുടെ ലൈഫിനെ കുറിച്ചിട്ടുമുള്ള ഒരുപാട് പ്രഷർ അവരുടെ മനസ്സിനകത്തേക്ക് കടന്നു വരുന്ന ഒരു സമയമാണിത്. സോ നോർമലി ദേ ഹാവ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിനകത്ത് ഒരുപാട് സ്ട്രെസ് ഉണ്ടാകും. പക്ഷെ what happens is that the parents and the teachers doubling their pressure and increasing the stress level. ആ ഒരു ആനയുടെ അച്ഛൻ പറയുന്നത് തന്നെ നമ്മുടെ പാരന്റ്സ് പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. അതായത് യു സി I am really disappointed in you. You are the one year old and you still don't know how to fly. Look at Mr. Eagleson. He is already so good at it. I am telling you this because I want you to fulfill the dreams which I could never achieve. I am sorry, Dad. I will try my best. അല്ലേ, നമ്മളിപ്പോഴും പലപ്പോഴും നമ്മുടെ കുട്ടികളോട് പറയുന്ന ഒരു വാക്കാണിത്. എന്റെ സ്വപ്നം നിന്നിലൂടെ യാഥാർത്ഥ്യമാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളുടെ മുകളിൽ പ്രഷർ ചെലുത്തുന്നത്. സോ അത് നമ്മുടെ കുട്ടികളിൽ എത്രത്തോളം സ്ട്രെസ് ഉണ്ടാക്കുന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. സോ you have to see that, because after this COVID period, this COVID-19 period, definitely there will have a double pressure on them. They will be having a lot of stress on them. ഈ സമയത്ത് അവർക്ക് സ്ട്രെസ് കുറവാണെങ്കിലും ഇതിന് ശേഷം വീണ്ടും നമ്മുടെ ഈ കോമ്പറ്റീറ്റീവ് വേൾഡിലേക്ക് വരുന്ന സമയത്ത് there will be a lot of stress on them. Their scope and their aspirants, their dreams will not be that much colorful. So we have to take them into seriously and we have to care them in a very sympathetic manner. So stress, you have to be understand. 1 hour I have completed, so within 10 minutes I will wind up the things. So the second thing is nutrition. Nutrition is the food components that we daily eat is very important. So the third thing that I want to improve your immunity is your nutrition level. So two things we have already covered. The first one is exercise. Second one is your attitude or your mental, cognitive or emotional questions. And the third one is the food or your nutrition level. So you have to understand what is healthy food and unhealthy food. So there are a lot of junk food habit is there. So leading problems of fast food is obesity, hypertension, diabetes, high cholesterol, so depression, sexual dysfunction, heart disease, cancer. Follow a balanced diet. That is very important. What is a balanced diet? Intake. So in our food, these are the components that we have daily needed. So 400 carbohydrates, minerals, very less amount, calcium 700 milligram, iron 13 milligram. But this calcium deficiency, especially in ladies, leads to a lot of problems after their menopause period. After 40-45, they will have the osteoporosis. The calcium deficiency leads to these kind of problems. Then protein we require 60 gram, fat 70 gram, daily water 1.7 liters, fiber. So this is the daily requirements of a balanced diet. Vitamin A, B, C and D is also required. So these kind of balanced diet you have to follow a balanced diet. So this will be helping you in a best way to improve your fitness, to improve your health. Okay. So healthy eating food pyramid, fruits and vegetables. This should be your daily intake of food. So carbohydrates, protein, water, vitamins, minerals and fiber.
So I will wind up my class with this last slide. Okay. സോ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്കാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഓക്കെ, അതിനെ ഞാൻ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനെ കുറച്ചുകൂടി വലുതാക്കുകയാണെങ്കിൽ, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, ഇൻ എ സൗണ്ട് ഫാമിലി, ഇൻ എ സൗണ്ട് എൻവയോൺമെന്റ്, ദാറ്റ് വിൽ ബി ദി ബെസ്റ്റ് വൺ. സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, in a sound family, in a sound environment. So because when we are living in a society, we have to see our society as a whole, and then only the family, the level of the family will increase. The family level increases, normally the individual in that family will be also in a health state. स्वस्थ व्यक्ति, स्वस्थ परिवार, स्वस्थ ग्राम and स्वस्थ राष्ट्र. This should be the motto of every individual. स्वस्थ व्यक्ति, first you be a healthy individual, then you make your family a healthy one, then you make your community a healthy one, then automatically your nation will be in a healthy nation. So this should be the motto of every individual in the coming days. So make yourself that you are healthy. Then the threat of coronavirus, the threat of this COVID-19 will not be there. Then you will be having a very healthy family. It leads to a healthy community, and the healthy community makes a healthy nation. So the crux of my discussion is that you do physical activity, regular physical activity, good nutrition and adequate rest, and eradicate all your negative emotions, negative thoughts from your mind. Then only you will be having a very healthy lifestyle. So I wind up my class, and it is open for discussion. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സാർ ഷെയർ ചെയ്തു. അപ്പോൾ നന്ദി പറയാനുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇത്രയും തിരക്കിനിടയിൽ നമുക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത അനൂപ് സാറിന് MG കോളേജിന്റെ പേരിലും ഞങ്ങളുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ അഡ്രസ് നടത്തിയ ഞങ്ങളുടെ പ്രിൻസിപ്പൽ അജിത മാഡം, ആശംസകൾ അർപ്പിച്ച പ്രമോദ് സാർ, അതുപോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും MG കോളേജിന്റെ പേരിലും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും നന്ദി പറയുന്നു. താങ്ക് യു.